സമൂഹത്തിൽ നമ്മൾ ശബ്ദിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിന് ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ പറയാം. അതായത് ഇന്നലെ വിമാനത്തിൻ്റെ അപകടം ഉണ്ടായി. 240ൻ്റെ അടുത്ത ആളുകൾ മരണപ്പെടുകയുണ്ടായി. അതിൽ വെറും മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാരുണ്ട്, അതേപോലെ പുറം രാജ്യക്കാർ ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വസിച്ചിട്ടാണ് അവർ, അതായത് പുറം രാജ്യക്കാർ നമ്മളെ വിമാനത്തിൽ കയറുന്നത്. ആ കയറുമ്പോൾ അവർക്ക് സുരക്ഷ ഒരുക്കി കൊടുക്കേണ്ടത് നമ്മളെ ബാധ്യതയാണ്. അപ്പോൾ അതിന് കൃത്യമായൊരു സംവിധാനം ഇല്ലെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ്റെ വീഴ്ച തന്നെയാണ്. കാരണം കൃത്യമായ രീതിയിൽ ചെക്ക് ചെയ്യേണ്ടതും ഇതൊക്കെ നമ്മളിപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഹോട്ടല് ഫുഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് പൂട്ടിയിടുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അതേപോലെ വിമാനത്തിന് ഇത്രയും സുരക്ഷാ സജ്ജീകരണങ്ങളില്ലെങ്കിൽ നമ്മൾ എങ്ങനെ വിശ്വസിച്ചിട്ട് പോകാൻ പറ്റും? അതേപോലെ നമ്മളെ മറ്റൊന്നാണ് രാജ്യസുരക്ഷ. പഹൽഗാം പറഞ്ഞ ആക്രമണം 250 കിലോമീറ്ററിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ നാട്ടിൽ വന്നിട്ട് ആക്രമിച്ചിട്ട് അവർ കൃത്യമായ രീതിയിൽ തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിൽ സുരക്ഷയ്ക്ക് വീഴ്ചയുണ്ട്. അപ്പോൾ അതിൽ അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല. അധികാരികൾ അവരെ മോഡിഫിക്കേഷൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ മോടി കൂട്ടാൻ വേണ്ടി ലക്ഷ്യങ്ങൾ അവർ പാസ് ചെയ്യുക. നമ്മളിപ്പം വയനാട് ദുരിതത്തിലായാലും ഇതിലായാലും ഒക്കെ എന്തിനേറെ ഒരുപാട് ആളുകൾ, ജനങ്ങൾ പണം ഒഴുക്കുകയാണ് പാവങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി. അത് കൃത്യമായ രീതിയിൽ സംവിധാനിക്കേണ്ട ഒരു സുരക്ഷ ഒരുക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അതിപ്പം കേരളത്തിലായാലും ശരി, അത് കേരളത്തിൻ്റെ പുറത്തായാലും. ഇപ്പം കണ്ടില്ല റോഡ് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥ. അതൊക്കെ വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഴ്ച സംഭവിച്ചതിൻ്റെ അടുത്ത് പിന്നെ ഒരു വീഴ്ച അവർക്ക് വരാൻ തോന്നരുത്. ആ രീതിയിൽ അവർക്ക് എതിരെ ആക്ഷൻ എടുക്കുമ്പോഴാണ് കൃത്യമായ രീതിയിൽ നടപടി ഉണ്ടാകുന്നത്. ആ നടപടി ഇല്ലാത്ത കാലത്തോളം ഈ ജയ്മല്യമാർ അങ്ങോട്ട് പോയിട്ട് നല്ല സുഖസുന്ദരമായിട്ട് ആറാടും. അതേപോലെ ഇവിടെ സർക്കാരിൻ്റെ സംവിധാനത്തിൽ ഒത്തുകൂടുന്ന ആൾക്കാർക്ക് നല്ലതെങ്കിൽ ഉല്ലസിക്കാൻ പറ്റും. BSNL പോലുള്ള നമ്മുടെ സ്ഥാപനങ്ങൾ എന്നും സ്തംഭിച്ച് തന്നെ നിൽക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളെ വീഴ്ച നടത്താൻ നമ്മളിൽ നിന്ന് തന്നെ ഉദ്യോഗസ്ഥന്മാരായാലും ആരായാലും അത് അവർ പണിയെടുക്കുന്നവരോട് കൊണ്ട് ആണ് കൃത്യമായ രീതിയിൽ വീഴ്ച സംഭവിക്കുന്നത്. കാണുന്നില്ലേ നമ്മുടെ എന്താ പറയുക, ചോർത്തൽ സംവിധാനങ്ങളൊക്കെ പിടിക്കപ്പെടുന്നത് അധികം ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയുള്ള ആളുകളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വീഴ്ചയുണ്ട്. ആ വീഴ്ച മാറ്റണമെങ്കിൽ ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം. ജനങ്ങൾ കൃത്യമായ രീതിയിൽ പ്രതികരിച്ചാൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പ്രതികരിച്ചാൽ മാത്രം പോരാ, നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് പ്രതികരിക്കാൻ പറ്റും, സോഷ്യൽ മീഡിയ സംവിധാനം വഴിയോ അല്ലെങ്കിൽ അല്ലാതെ. നിങ്ങളെ മൗനം ഒരിക്കലും നമ്മൾക്ക് ഉപകാരമാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ സംസാരിക്കുക തന്നെയാണ് വേണ്ടത്. പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ ലാസ്റ്റ് വിനയായിത്തീരും. കാരണം ഈ മരണപ്പെട്ട ആളുകളിൽ ഒന്നിക്കൽ നമ്മളെ ഫാമിലി ആയിരിക്കാം, നമ്മളെ നാട്ടുകാരായിരിക്കാം, നമ്മളെ കൂട്ടുകാരായിരിക്കാം, നമുക്ക് വേണ്ടപ്പെട്ട ആളായിരിക്കാം. ഇനി ആളല്ലെങ്കിൽ തന്നെ ഇത് നമുക്ക് വരില്ല എന്താണെന്ന് ഉറപ്പുണ്ടോ? നമ്മളിലേക്ക് എത്തിച്ചേരും. അപ്പം നമ്മൾ മൗനമായിട്ട് നിന്നിട്ട് കാര്യമില്ല. അപ്പം പ്രതികരിക്കുക എല്ലാവരും. അത് നിങ്ങളെക്കൊണ്ട് എങ്ങനെയാണോ സാധിക്കുന്നത് അങ്ങനെ പ്രതികരിക്കുക. പ്രതികരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഉപകാരം ഉണ്ടാവും, നാട്ടുകാർക്കും ഉപകാരം. നിങ്ങൾ നാട്ടുകാർക്ക് വേണ്ടി പ്രതികരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി നാട്ടുകാർ പ്രതികരിച്ചു തുടങ്ങും. അപ്പോൾ എല്ലാവരും പ്രതികരിക്കും.